ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിത്യയ്ക്ക് മറ്റു പുരുഷന്മാരുമായി ബന്ധമുണ്ട് എന്നുള്ളതായിരുന്നു. അത് സത്യമാണോ? ഞാൻ ഈ കോടതിയിൽ വന്നു നിൽക്കുന്നത് കോടതിയുടെ ഉത്തരവനുസരിച്ചാണ്. എന്റെ വ്യക്തി ജീവിതത്തെ അപമാനിക്കുന്ന ഇത്തരം ചോദ്യങ്ങൾ കേട്ടു നിൽക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഞാൻ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കും. നിത്യ, നിത്യ, നിത്യ ജീവന്റെ ഭാര്യയാണല്ലേ? അല്ല. എങ്ങനെയാണ് അങ്ങനെ പറയാൻ സാധിക്കുക? നിത്യയും ജീവനും ഭാര്യ ഭർത്താക്കന്മാരെ ജീവിച്ചതിന് തെളിവുണ്ട്. നിങ്ങളുടെ വിവാഹത്തിനും തെളിവുണ്ട്. നിങ്ങൾ തമ്മിലുള്ള വിവാഹമോചനത്തിന്റെ തെളിവുകൾ എന്തെങ്കിലും നിത്യയുടെ കയ്യിലുണ്ടോ? ഇല്ല. അപ്പോ നിയമപരമായി ജീവൻ നിങ്ങളുടെ ഭർത്താവാണ്. അതവിടെ നിൽക്കട്ടെ. ജീവൻ ഒരാളെ കൊല്ലും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട്. കാരണം ഞാൻ എന്റെ കൺമുന്നിൽ കണ്ടിട്ടുണ്ട്. എന്നെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്. സ്വന്തം അമ്മയെ പോലും കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്. അനുജിത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ തൊട്ടടുത്ത് താമസിച്ചിരുന്ന 20 വയസ്സുകാരനൊരു പയ്യനെ കൊല്ലാൻ വേണ്ടി ഓടിച്ചിട്ടിട്ടുണ്ട്. അവൻ ടെറസിൽ നിന്ന് വീണ് മരിക്കുകയും ചെയ്തു. ഓക്കെ, എന്തിനായിരുന്നു ആ പയ്യനെ ജീവനെന്ന് ആക്രമിക്കാൻ ശ്രമിച്ചത്? ഞാൻ പറയാം. മരിച്ചുപോയ പയ്യനെ അപ്രതീക്ഷിതമായി നിത്യയുടെ മുറിയിൽ കണ്ടതുകൊണ്ട്.
പയ്യനുമായി നിത്യയ്ക്ക് എന്തായിരുന്നു ബന്ധം? അടുത്ത വീട്ടിൽ താമസിച്ചിരുന്ന കുട്ടിയാണ്, അല്ലാതെ യാതൊരു ബന്ധവുമില്ല. അത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണല്ലോ. തന്റെ ബെഡ്റൂമിൽ അങ്ങനെ കാണുന്ന ഒരു ചെറുപ്പക്കാരനോട് ഏതൊരു ചെറുപ്പക്കാരനും ദേഷ്യം തോന്നും. ഒരുപക്ഷെ അയാളെ ആക്രമിക്കാൻ ശ്രമിച്ചേക്കാം. ഒബ്ജക്ഷൻ യുവർ ഓണർ. പ്രൊസീഡ്. ബഹുമാനപ്പെട്ട പ്രതിഭാഗം വക്കീല് പറഞ്ഞു പറഞ്ഞ് മാനസിക നില തെറ്റുക എന്നത് ലോകത്തിലെ ഏറ്റവും ഉദാത്തമായൊരു കാര്യമാണെന്ന് സ്ഥാപിക്കാനാണ് ശ്രമിക്കുന്നത്. ഈ പറയുന്ന ജീവനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഉണ്ട് എന്ന് പറയുന്ന മാനസിക രോഗം അയാൾ തന്നെ വരുത്തി തീർത്താണ്. അതൊരു മാനസിക വൈകല്യമാണ്. ആ വൈകല്യത്തെ ന്യായീകരിക്കാനുള്ള ഒരു ചോദ്യമാണ് പ്രതിഭാഗം വക്കീലിൽ നിന്നുണ്ടായിട്ടുള്ളത്. ഐ ആം റിയലി സോറി പി. ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുന്ന വ്യക്തിയോട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം പിക്കുണ്ട്. എന്റെ ചോദ്യങ്ങൾ തെറ്റാണെങ്കിൽ നിങ്ങളുടെ അവസരത്തിൽ അത് പ്രൂവ് ചെയ്യാൻ സാധിക്കും. എനിക്ക് തുടരാമെന്നാണ് ഞാൻ കരുതുന്നത്. പ്രൊസീഡ്. നിത്യ, ജീവന്റെ യഥാർത്ഥ പ്രശ്നം നിത്യയ്ക്ക് മറ്റു പുരുഷന്മാരുമായി ബന്ധമുണ്ട് എന്നുള്ളതായിരുന്നു. അത് സത്യമാണോ? ഞാൻ ഈ കോടതിയിൽ വന്ന് നിൽക്കുന്നത് കോടതിയുടെ ഉത്തരവനുസരിച്ചാണ്. എന്റെ വ്യക്തി ജീവിതത്തെ അപമാനിക്കുന്ന ഇത്തരം ചോദ്യങ്ങൾ കേട്ടു നിൽക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ പറയുന്നതൊന്നും ശരിയല്ലെന്നാണ് മാഡം പറയുന്നതെങ്കിൽ ഞാനിനി സംസാരിക്കുന്നില്ല. ഓക്കെ, ഞാൻ ഇടപെടുന്നില്ല. നിത്യയ്ക്ക് കോടതിയോട് നേരിട്ട് സംസാരിക്കാം.